ഈ മൈഗ്രേഷനെതിരെയും ഇൻകമിങ് ഔട്ട് ഗോയിങ് ഫ്ലക്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പിതാമഹന്മാർ ഇതേ കണക്ക് വലിയ ടെക്സ്റ്റൈൽസ് ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അന്ന് രാജ്യങ്ങളില്ല, അതിർത്തികളില്ല. അവരിഷ്ടമുള്ളിടത്ത് പോയിരിക്കും, അടുത്ത ദിവസം പോകും. ഒരു 200 വർഷമായിട്ടുള്ളൂ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അതിനു മുന്നേ ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എംബേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാജ്യങ്ങളില്ല, പാസ്പോർട്ടില്ല, വിസയില്ല. മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചു വന്നൊരു മനുഷ്യരുടെ ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ വരുന്നു. ഇപ്പം ഒരു മേ ബി ലൈക്ക് ഒരു 200 വർഷത്തിന് ശേഷം ഇവിടെ ആരായിരിക്കും നോക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെ മലയാളികൾ കുറഞ്ഞു വന്നിരിക്കാം. മലയാളികൾ പുറത്തേക്ക് പോയി. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അനുകമ്പയും ഒരു കൺസിഡറേഷനും നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്കും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതാണ് ഒരു ടോളറൻസിൻ്റെ ഒരു മ്യൂച്വൽ ടോളറൻസിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളി എന്തുമാത്രം പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാണ്. എന്തുകൊണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കിവിടെ അതേ ഒരു മാനസികാവസ്ഥയുടെ ഇവരെ നേരിടാനും അവരോട് ഇത് ചെയ്യാനും ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന 1/2 കോടി അന്യർ ഇവിടെ ഉണ്ടെങ്കിലും ആ അന്യർ ഇതുവരെ നമ്മളുടെ കൈ കടത്തിയിട്ടില്ല. അവർ കൈ കടത്തും. സ്വാഭാവികമായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോപ്പുലേഷൻ ഇൻഫ്ലക്സ് ആയിട്ട് വരികയാണ്. അവർ കായികമായിട്ടും നോക്കുക, കായികമായിട്ടും ഒരു വലിയ ശക്തിയായിട്ട് മാറും. കാര്യം ഒരു വർക്ക് ഫോഴ്സാണ്. നമ്മളൊരു ഫോഴ്സ് നോക്കുകയാണെങ്കിൽ കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രോഗികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഈ അന്യർ എന്ന് പറയുന്നവർ അവർ വളരെ ത്രോബിംഗ് ആയിട്ടുള്ള, മസ്കുലറായിട്ടുള്ള, കായിക ശേഷിയുള്ള മനുഷ്യരാണ്. അവർക്ക് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അവിടെ നമ്മൾ ഒരു സോഷ്യൽ ടാക്ടിക് എന്ന നിലയിൽ നമ്മൾ ടോളറൻസ് വർദ്ധിപ്പിക്കുക, അല്ലാതെ വേറെ ഒരു ഇത് റിയലിസ്റ്റിക്കലി ദാറ്റ്സ് ഓൺലി വേ. അല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെന്നൊന്നും അങ്ങനെ പറ്റില്ല. അങ്ങനെ എല്ലാവരും കയറി സ്നേഹിക്കാൻ അതൊക്കെ ഒരു കാപട്യമാണ്. നമ്മൾ ആലോചിക്കണം. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത അകത്ത് വരുന്നവരോട് നമ്മളത് കാണിക്കണം. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. എല്ലാ തൊഴിലുകളും എല്ലാ അവസരങ്ങളും പുറത്തുള്ളവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങളുടെ നല്ലതായി മാറും. ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളത് ഞാനൊരു സൂചനയായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. മനസ്സിലായില്ലേ? റെഫ്യൂജി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് പൊളിറ്റിക്കൽ ക്യാൻസറാണ്. ഇതിന് വലിയ ഈസി സൊല്യൂഷൻ ആരെങ്കിലും ഇല്ല. ഒരു UN ഒരു ഏജൻസി ഉണ്ട് റെഫ്യൂജീസിനെ സംബന്ധിച്ചുള്ള. ഞാൻ പറഞ്ഞ റോഹിഞ്ചർ 20 ലക്ഷം ആൾക്കാർ, 40 ലക്ഷം ആവും 10 വർഷത്തിനുള്ളിൽ. ഇവരൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും? ബംഗ്ലാദേശിന് വേണ്ട, ബർമയ്ക്ക് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, ഇവരെവിടെ പോകും ഈ മനുഷ്യന്?